ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. CSKയുടെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നുള്ളതാണ് ആരാധകർക്കിടയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഒരു വിദേശ പരിശീലകനാണ് വരുന്നത് എന്നുള്ളത് ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ഒക്ടോബർ മാസത്തിലായിരിക്കും ഇക്കാര്യത്തിലൊരു അനൗൺസ്മെന്റ് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല MS ധോണിക്കാണ് ഇതിൻ്റെ ഒരു മേൽനോട്ടം ഇപ്പോൾ CSK നൽകിയിട്ടുള്ളത്. ഏതായാലും മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ആയിരുന്ന ഓയൻ മോർഗൻ CSKയുടെ പരിശീലകനായിക്കൊണ്ട് എത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഇതിനിടെ മുൻ ഇന്ത്യൻ താരമായിരുന്ന ക്രിസ് ശ്രീകാന്ത് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മോർഗനെ പരിശീലകനാക്കരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ തീർച്ചയായും ഓയൻ മോർഗൻ്റെ അടുത്ത് പോകില്ല. ഒരു പരിശീലകനായിക്കൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. കൊൽക്കത്തയ്ക്ക് വേണ്ടിയും അദ്ദേഹം പറയത്തക്ക രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കമൻ്ററിയിൽ തന്നെ തുടരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് മുൻ ഇന്ത്യൻ താരമായിരുന്ന ശ്രീകാന്ത് പറഞ്ഞത്. അതായത് നിലവിൽ ഓയൻ മോർഗൻ ഇപ്പോൾ കമൻറ്റേറ്റർ ആയിക്കൊണ്ട് ജോലി ചെയ്യുകയാണ്. അത് തന്നെ അദ്ദേഹം തുടരുന്നതാണ് നല്ലത്. CSK അദ്ദേഹത്തെ പരിശീലകനാക്കരുത്, അദ്ദേഹത്തിന് വലിയ മികവൊന്നും ഇല്ല എന്നാണ് ശ്രീകാന്ത് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പരിശീലകൻ എന്ന നിലയിൽ ഓയൻ മോർഗന് എക്സ്പീരിയൻസ് ഇല്ല, അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മോർഗൻ. നമുക്കറിയാം, ഇംഗ്ലണ്ടിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൊൽക്കത്തയെ ഒരു തവണ ഫൈനൽ വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ CSK പരിഗണിക്കുന്നു എന്ന റൂമർ ഇപ്പോൾ സജീവമാണ്. ഏതായാലും CSKയുടെ പുതിയ പരിശീലകൻ ആരാണ് എന്നറിയാൻ നമ്മൾ അടുത്ത ഒക്ടോബർ മാസം വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.